മാഡത്തെ കാണണമെന്ന് പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു കാര്യം പറയാനാ. എന്താ വേണൂട്ടാ? കേൾക്കുമ്പോ മാഡത്തിന് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. ഈ പ്രശ്നം നമ്മൾ കൂടിയാലോചിച്ച് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. വേണൂട്ടൻ കാര്യം തുറന്നു പറയും. ആ എന്തരവളുണ്ടല്ലോ, വർമ്മ സാറിന്റെ ചേച്ചി അംബിക, അവളുടെ ദ്രോഹം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുക. അവള് കർമ്മികളെയും പൂജാരികളെയൊക്കെ വിളിച്ചു വരുത്തി മോളെ ഇരിക്കപ്പെണ്ണം വെക്കാൻ പോവാണെന്ന്. ഇരിക്കപ്പെണ്ടോ? എന്തൊക്കെയാ വേണൂട്ടായി കേക്കുന്നേ? യാമിനി മാഡം വിളിച്ച് രാജുവിനോട് പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ ഞാൻ മാഡത്തിന്റെ അടുത്തേക്ക് ഓടി വന്നതാ. ഋതുമോളുടെ അമ്മയല്ലേ പത്മാവതി മാഡം, അമ്മയ്ക്കല്ലേ ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അച്ഛനെന്ന് പറയുന്ന മാനൻ അവിടെ ഇല്ലേ? വർമ്മ സാറ് കുട്ടിയുടെ അച്ഛനല്ലെന്ന് അവളങ്ങ് സ്ഥാപിച്ചെടുത്തിരിക്കല്ലേ. തന്നെയല്ല, വർമ്മ സാറും ശേഖർ സാറും അവിടെ ഇല്ല. ഈ ജാതകക്കാരി ജീവിച്ചിരിക്കുന്നത് വർമ്മ സാറിന്റെ ജീവന് ആപത്താണത്രേ. അതുകൊണ്ട് ഇരിക്കപ്പിണ്ടം വെക്കാൻ ഇവള് കൈക്കൂലി കൊടുത്ത ജ്യോത്സ്യം കൽപ്പിച്ചു അത്രേ. എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോ അവളുടെ ഒരു ഇരിക്കപ്പിണ്ടം. ഇത്രയും നാള് ഞാൻ തോറ്റു കൊടുത്തതും ക്ഷമിച്ചതും ഒക്കെ എന്റെ മോൾക്ക് വേണ്ടിട്ടാ. എന്റെ മോളുടെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടിട്ട്. ഇനി ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഇതുവരെ ജീവിച്ചത് ജയിലിലെ പോലെ തന്നെ ആയിരുന്നു. ഇനി എന്നേക്കുമായി ജയിലിലേക്ക് തന്നെ പോവാം. ആ രാക്ഷസി അങ്ങ് കൊന്നിട്ട് ചോരയൊന്നും വീഴ്ത്താതെ ഈ കാര്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. എനിക്ക് വർമ്മ സാറിന്റെ വീട്ടിൽ കയറി ഇരിക്കപ്പിണ്ണം തടയാനായിട്ട് ചില പരിമിതികളുണ്ട്. എന്റെ മകന്റെ അമ്മായി അച്ഛനാ. താൻ എന്തിനാ എന്റെ മുറ്റത്ത് കയറിയെന്ന് എന്നോട് ചോദിച്ചാ എനിക്കതിന് മറുപടിയില്ല. വേണുമായിട്ട് അതിനൊന്നും പോണ്ട. എന്റെ മകളെയാ അവള് ജീവനോടെ കൊല്ലാൻ പോകുന്നത്. അവളെ ഞാൻ ഇനി വെച്ചേക്കില്ല. ആ മുറ്റത്തിട്ട് അവളെ ഞാൻ കൊല്ലും. എന്റെ ജീവിതം അവള് തൊലച്ചു. ഇനി എന്റെ കുഞ്ഞിനെ അവൾ എന്തേലും ചെയ്താ ഞാനിതെല്ലാം അറിഞ്ഞിട്ടാ വന്നിരിക്കുന്നേ. പത്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ പത്മയല്ല അത് ചെയ്യേണ്ടത്, ഞാനാ. ഒളിവ് ജീവിതത്തിനിടയ്ക്ക് ഇത് സംഘടിപ്പിക്കലായിരുന്നു എന്റെ പ്രധാന ലക്ഷ്യം. ഇതെന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ നേടിയതാണെങ്കിലും ലക്ഷ്യം അവള് തന്നെയായിരുന്നു, അംബിക. പത്മയുടെയും പ്രതാപന്റെയും ജീവിതം തകർക്കാൻ വേണ്ടി അവൾ ഉപയോഗിച്ച ആയുധം ഞാനാ. 3 ജീവിതങ്ങൾ അവൾ തകർത്തു കളഞ്ഞത് ഒരാളിൽ ഇപ്പോഴും അറിയുന്നില്ല. പത്മയ്ക്കും പ്രതാപനുമൊക്കെ ഇനിയൊരു ജീവിതം പ്രതീക്ഷിക്കാം. പക്ഷേ എനിക്കതില്ല. അതുകൊണ്ട് അംബികയുടെ മരണം എന്റെ കൈകൊണ്ട് നടക്കണം. എന്നാലേ എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. ജഗന്നാഥേട്ടാ, ജഗ, നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാടാ. ആലോചിക്കാൻ ഒന്നുമില്ല. കാലങ്ങളായി ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. അവസരം ഇപ്പോഴാ ഒത്തുവന്നെന്ന് മാത്രം. എടാ, തിരികെ വിളിക്കരുത്, പുറകെ വരികരുത്. ഞാൻ പറയുന്നത് നിങ്ങളങ്ങോട്ട് കേട്ടാ മതി. ഋതികയുടെ അമ്മയ്ക്കും അവളുടെ അമ്മായിയച്ഛനായ വേണുവിനും ഈ ജഗനൊരു വാക്ക് തരുന്നു. ഇരിക്കപ്പിണ്ടോ ഒന്നും നടക്കില്ല.
നിൽക്കാൻ എനിക്ക് പറ്റില്ല അമ്മ. നമുക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാം. പോകും മോളെ, നമുക്കിനി ഈ വീട്ടിൽ താമസിക്കണ്ട. എന്തായാലും അച്ഛൻ എപ്പോഴായാലും വിളിക്കുമല്ലോ. നമുക്ക് പോവാം. മോള് വാ. ദേ ചേച്ചി വന്നു. ജീവിച്ചിരിക്കുന്ന എന്നെ നിങ്ങൾ ഇരിക്കപ്പിണ്ട വയ്ക്കുമല്ലേ?